ഹലോ, വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഇന്ന് നമുക്ക് ഒരു അടിപൊളി ഐസ്ക്രീം ഉണ്ടാക്കിയാലോ? വിപ്പിംഗ് ക്രീമും കണ്ടൻസ്ഡ് മിൽക്കും ഫ്രഷ് ക്രീമും ഒന്നും ഇല്ലാതെ പാലും ഗോതമ്പ് പൊടിയും കൊണ്ടാണ് ഞാനിപ്പോൾ ഈ അടിപൊളി ഐസ്ക്രീം ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു ബൗളിലോട്ട് 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പോളം പാല് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കട്ടയൊന്നും കൂടാതെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് 1/2 ലിറ്റർ പാലാണ് വേണ്ടത്. അപ്പോൾ ആ 1/2 ലിറ്റർ പാലിൽ നിന്ന് തന്നെയാണ് ഞാനിപ്പോൾ ഈ 1/4 കപ്പ് പാലും എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഐസ്ക്രീം ഉണ്ടാക്കാനായി അടുത്തത് വേണ്ടത് പാലാണ്. അപ്പോൾ 1/2 ലിറ്റർ പാല് ഞാനിവിടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിപ്പോൾ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും കേട്ടോ. പിന്നെ ഐസ്ക്രീമൊക്കെ ആകുമ്പോൾ നല്ല മധുരം വേണമല്ലോ. അപ്പോൾ പാലിവിടെ തിളച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ പാലിൽ കലക്കി വെച്ചിട്ടുള്ള ഗോതമ്പ് പൊടി ഉണ്ടല്ലോ, അത് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഒഴിക്കുന്നതിനോടൊപ്പം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുകയും വേണം കേട്ടോ. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടതൊന്ന് വേവിച്ചെടുക്കണം. നല്ലൊരു ക്രീമി പരുവാവുന്നത് വരെയാണ് നമ്മളിതൊന്ന് വേവിച്ചെടുക്കേണ്ടത്. പിന്നെ നല്ലപോലെ തിക്കാവാൻ വെയിറ്റ് ചെയ്യേണ്ട, കാരണം ഇത് തണുത്ത് കഴിയുമ്പോൾ പിന്നെയും തിക്കാവും. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി മതി കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. തണുത്തതിന് ശേഷം അത് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ തണുത്തതിന് ശേഷം ഇതിപ്പോൾ മിക്സിയുടെ ജാറിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇപ്പോൾ ഞാനിപ്പോൾ ഇതിവിടെ നല്ല പോലെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ക്രീമി പരുവാവുന്നത് വരെയാണ് അടിച്ചെടുക്കേണ്ടത്. നല്ല പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഐസ്ക്രീം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കണ്ടെയ്നർ എടുക്കാം. എന്നിട്ട് അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മളിത് ഫ്രീസറിൽ ഒരു 2 മണിക്കൂർ വെക്കണം കേട്ടോ. 2 മണിക്കൂർ വെച്ചതിന് ശേഷം വീണ്ടും ഇതൊന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കണം. പിന്നെ ഫ്രഷ് ക്രീമും വിപ്പിംഗ് ക്രീമും ഒന്നും ഇല്ലാതെ ഐസ്ക്രീം ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ചെയ്താൽ മാത്രമേ കേട്ടോ നല്ല ഐസ്ക്രീം കിട്ടുള്ളൂ. അപ്പോൾ 2 മണിക്കൂറിന് ശേഷം നമ്മുടെ ഐസ്ക്രീമിൻ്റെ ഒരു ടെക്സ്ചർ ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ നമ്മുടെ ഐസ്ക്രീമിന് നല്ലൊരു കളറും ഫ്ലേവറും കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സ്ട്രോബെറി മിൽക്ക് മിക്സ് ചേർക്കുന്നുണ്ട് കേട്ടോ. 4 ഡ്രോപ്സ് സ്ട്രോബെറി മിൽക്ക് മിക്സ് ആണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാണ് മിൽക്ക് മിക്സ് ഉള്ളത് വെച്ചാൽ അത് ചേർക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ വാനില എസൻസ് ചേർക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു ഫ്രൂട്ട്സിൻ്റെ പൾപ്പ് ചേർത്താലും മതി. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. ഇതിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നല്ല പോലെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു സ്ട്രോബെറി കളറിൽ കിട്ടിയിട്ടുണ്ട് ഐസ്ക്രീം മിക്സ്. ഇനി നമുക്ക് ഐസ്ക്രീം സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കാം. അപ്പോൾ നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വേണം കേട്ടോ വെക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ ഐസ് ക്രിസ്റ്റൽ ഉണ്ടാവും. പിന്നെ നമുക്ക് ഐസ് ക്രിസ്റ്റൽ ഉണ്ടാവാതിരിക്കാൻ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് റാപ്പ് ഉപയോഗിച്ചിട്ടും കവർ ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ സിൽവർ ഫോയിൽ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്യാം. ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നർ ആയാലും മതി കേട്ടോ. അപ്പോൾ ഇനി നമ്മളിത് ചുരുങ്ങിയത് ഒരു 8 മണിക്കൂറെങ്കിലും ഫ്രീസറിൽ വെക്കുക. ഇനിയിപ്പോൾ ഒരു 12 മണിക്കൂറായി എന്ന് വിചാരിച്ച് പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഓവർനൈറ്റ് വെച്ചാലും പ്രശ്നമൊന്നുമില്ല, നല്ല ഐസ്ക്രീം തന്നെ കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഇത് 12 മണിക്കൂറിന് ശേഷമാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ടൊരു 5 മിനിറ്റ് പുറത്തൊന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നമുക്ക് ഐസ്ക്രീം സ്കൂപ്പ് ചെയ്തെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് കുറച്ച് ലൂസായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് ഐസ്ക്രീം സ്കൂപ്പ് ചെയ്തിട്ട് ഒരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ അടിപൊളി സ്ട്രോബെറി ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം. മാത്രമല്ല നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് ഉണ്ടാക്കാൻ. അപ്പോൾ ഈ സ്ട്രോബെറി ഐസ്ക്രീമിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഔട്ട്ഡ്രോ പറയുന്നതിന് മുമ്പ് ഞാനൊരു പുതിയ ആപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ട്രെൽ എന്നാണ് കേട്ടോ ഈ ആപ്പിൻ്റെ പേര്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ആൻഡ്രോയിഡ് ആണെന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിലും ഐഫോൺ ആണെന്നുണ്ടെങ്കിൽ ആപ്പ് സ്റ്റോറിലും പോയിട്ട് ഈ ട്രെൽ എന്ന ആപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. ട്രെൽ എന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മുടെ ഫോൺ നമ്പറൊക്കെ കൊടുത്തിട്ട് ഇതൊന്ന് ഓപ്പൺ ചെയ്യുക. അപ്പോൾ അതിൽ ട്രെൽ കമ്മ്യൂണിറ്റിയിൽ ഷോപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അതിൽ പോയിട്ട് നേഹ ഫുഡ് സ്റ്റോറീസ് എന്ന് സെർച്ച് ചെയ്താൽ എൻ്റെ പ്രൊഫൈൽ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ട്രെൽ എന്ന ആപ്പിലും നേഹ ഫുഡ് സ്റ്റോറീസ് എന്ന പേരിലൊരു പേജ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലും ഇതുപോലെ ഒരുപാട് വെറൈറ്റി റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ യൂട്യൂബിലിടുന്ന എല്ലാ റെസിപ്പികളും ഞാൻ അതിലും അപ്ലോഡ് ചെയ്യും. അപ്പോൾ നല്ല നല്ല വെറൈറ്റി റെസിപ്പികളാണ്. അപ്പോൾ എല്ലാവരും ട്രെൽ എന്ന ആപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് മറക്കാതെ തന്നെ നേഹ ഫുഡ് സ്റ്റോറീസ് പേജ് ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ. പിന്നെ നമ്മുടെ നേഹ ഫുഡ് സ്റ്റോറീസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. Thank you.